സീറോ ലെവലായിരുന്നു, ഫുള്ള് സീറോ ലെവലായിരുന്നു. എനിക്ക് +2 കണ്ടന്റ് പോലും കറക്റ്റ് അറിയില്ലായിരുന്നു. പിന്നെ നമ്മൾ ബ്രില്യൻ്റ് എക്സാം തന്നെ അത് നമ്മൾ ഭയങ്കര ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ട്. ഓരോ ആഴ്ച കഴിയുന്നവരും ഇമ്പ്രൂവ് ആയി വരുന്നുണ്ട്. പിന്നെ ക്ലാസ്സുകളൊക്കെ വേറെ ലെവലാണ്. ഇവിടെയോ ഞാൻ വന്നപ്പോൾ ഇവിടെ വിചാരിച്ചുകൊണ്ടിരുന്നത് ഇവിടെ ഭയങ്കര ജയിൽ പോലെ ആയിരിക്കും, നമുക്ക് ഒന്നിനും വേറെ ഒന്നും ഉണ്ടാവില്ല എന്നൊക്കെയാണ് വിചാരിച്ച് വന്നത്. പക്ഷേ ഇവിടെ വന്നപ്പോൾ ക്യാമ്പസ് ഒക്കെ നല്ല വൈബാണ്. നമ്മൾ ഒത്തിരി ഡെപ്തിലോട്ട് വരുന്നു. ബോർഡ് എക്സാം ലെവലിൽ നിന്ന് എൻട്രൻസിലോട്ട് വരുമ്പം ക്വസ്റ്റ്യൻസ് മാക്സിമം കാണണമല്ലോ. അപ്പോൾ ആ രീതിയിലേക്ക് വരുമ്പം അത്രയും കൂടെ നല്ല രീതിയിലാണ് ആ വീക്ക്ലി എക്സാംസും പോകുന്നത്. പിന്നെ ആ ഡെയിലി ടോപ്പിക്, ആ വീക്കിൽ വന്ന മുഴുവൻ 3 സബ്ജക്റ്റിൻ്റെയും ടോപ്പിക്ക് എക്സാമിലോട്ട് വരുമ്പോൾ എല്ലാവരും കൃത്യമായിട്ട് ഏകദേശം പഠിക്കും. അത് പ്രോപ്പറായിട്ട് അത് കവർ ചെയ്തേച്ച് പിന്നെ അടുത്ത പോർഷനിലേക്ക് ഇറക്കുള്ളൂ. അപ്പോൾ അത് ഒത്തിരി ഉപകാരമാണ്. നല്ല രീതിയിൽ ക്ലാസ് നല്ല ക്ലാസ്സാണ്. ഇപ്പോൾ ഒരു നല്ല രീതിയിൽ പറഞ്ഞു തരുന്നു, നല്ല എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നമുക്ക് എന്തോരം മനസ്സിലാക്കാൻ പറ്റുന്നോ അത്രയും മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിൽ നല്ല നൈസായിട്ട് പറഞ്ഞു തരുന്നുണ്ട്. നമ്മൾ ഇവിടെ ആണെങ്കിൽ ഈ എൻട്രൻസ് കോച്ചിങ് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഉള്ള ഒരു ധാരണ എന്ന് പറഞ്ഞാൽ ഭയങ്കര പാടാണ്, ടഫാണ് എന്നൊക്കെയാണ്. പക്ഷേ ബ്രില്യൻറ്റ് വന്നു കഴിഞ്ഞാൽ എല്ലാം എളുപ്പമായിരിക്കും. നിങ്ങൾ പഠിക്കേണ്ട കാര്യമുള്ളൂ, ബാക്കി എല്ലാം അവർ ക്ലിയർ ആയിട്ട് ചെയ്തു തരും. ഇപ്പം നമുക്കൊരു എളുപ്പമുള്ള ചാപ്റ്ററിൽ നിന്നാണെങ്കിൽ തന്നെയും ക്വസ്റ്റ്യൻസ് വരുന്നത് നമുക്ക് ബാക്കിയെല്ലാം ചെയ്യാൻ പറ്റുമായിരിക്കും. പക്ഷേ ഇവിടുത്തെ മോഡൽ ക്വസ്റ്റ്യൻസ് എന്നൊക്കെ പറഞ്ഞാൽ നല്ല ലെവലുള്ള ക്വസ്റ്റ്യൻസാണ്. അതായത് ഇങ്ങനെയും ക്വസ്റ്റ്യൻസ് വരാമോ ഈ ചാപ്റ്ററിൽ നിന്ന്, അങ്ങനെയൊക്കെ തോന്നി. പുറത്തുനിന്നുള്ളവർക്ക് ഇങ്ങനെ പറയുമ്പോഴത്തേക്കും ബ്രില്ല് എന്ന ഭയങ്കര പ്രഷറാണെന്ന് എപ്പോഴും ഇങ്ങനെ പറയാറുണ്ട്. ശരിക്കും പറഞ്ഞാൽ പ്രഷർ ഇവിടും തരുന്ന പ്രഷറല്ല, നമ്മുടേതായിട്ടുള്ള എഫേർട്ട് ഇടാത്ത കൊണ്ട് നമുക്ക് സ്വന്തമായിട്ട് വന്ന പ്രഷറാവല്ലേ. അപ്പോഴേക്കും ആ ഒരു കൺസെപ്റ്റ് തെറ്റാണ് ആക്ച്വലി, അങ്ങനെ പറയാൻ പാടില്ല. അങ്ങനെ ഇവിടെ തന്നെ മെറ്റീരിയൽ തന്നെ ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ട്, നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്. പിന്നെ ആദ്യം വന്നപ്പം എക്സാം എഴുതിയ ആ ഒരു ലെവലും ഇപ്പം എക്സാം എഴുതുമ്പോൾ ഒരു ലെവലും ഓരോ ക്വസ്റ്റ്യൻ കാണുമ്പോഴത്തേക്കും ആ കൺസെപ്റ്റ് നമ്മൾ ഓട്ടോമാറ്റിക്കലി അനലൈസ് ചെയ്ത് പോകുകയാണ് ഓട്ടോമാറ്റിക്കായിട്ട്. അപ്പോൾ ആ ഒരു വ്യത്യാസം ഭയങ്കര ഗംഭീരമാണ്.